കൊച്ചിയിൽ MDMA-യുമായി പ്രൊഡക്ഷൻ കൺട്രോളർ പിടിയിൽ. തലയോലപ്പറമ്പ് സ്വദേശി വിശാൽ സോമനെയാണ് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിട്ടുള്ളത്. ഇയാൾ താമസിച്ചിരുന്ന ലോഡ്ജിൽ നിന്ന് 5.6 ഗ്രാം MDMA പിടികൂടി. ഇന്നലെ അറസ്റ്റിലായ ബോഡി ബിൽഡർ സാദിഖിൽ നിന്നാണ് വിശാലിനെ കുറിച്ച് വിവരം ലഭിച്ചത്. എസ് ശരൺ വിവരങ്ങൾ നൽകും. ശരണി, സാദിഖ് എന്ന് പറയുന്ന ഇന്നലെ പിടിയിലായ വ്യക്തി നമ്മുടെ ഈ വൈറ്റ് കോളർ ഡ്രഗ് ഇടപാടുമായി ബന്ധപ്പെട്ട കെവിന്റെ കൂട്ടാളിയാണ്. ഇപ്പോൾ സാദിഖിന് മറ്റൊരു കൂട്ടാളിയെ പിടികൂടുന്നു. അങ്ങനെ കണ്ണികൾ ഓരോന്നായി കൂട്ടിച്ചേർത്തി അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണോ ഇപ്പോൾ പോലീസ്? ഷിഗാസ്, ഓരോ കണ്ണികളിലായിട്ട് ഇപ്പോൾ ഡാൻസർ സംഘത്തിന് എത്താൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിന് പിന്നാലെ ഇതാദ്യമായിട്ടാണ് ഒരു സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളറെ ലഹരിയുമായിട്ട് പിടികൂടിയിരിക്കുന്നത്. അത് പിടിയിലായിരിക്കുന്നത് തലയോലപ്പറമ്പ് സ്വദേശിയായ വിശാൽ സോമനാണ്. ഇയാളെക്കുറിച്ച് ഡാൻസർ പറയുന്നത് ഇയാൾ ചില സിനിമകളിൽ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ജോലി വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഡാൻസറിനെ സംബന്ധിച്ചുള്ള വിവരം ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ ഈ വാടകയ്ക്ക് താമസിക്കുന്ന ലോഡ്ജിലേക്ക് എത്തുന്നത്. ഇയാൾ ഗിരിനഗറിലെ ഒരു ലോഡ്ജിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അവിടെ ഇയാൾക്കൊപ്പം മറ്റ് 2 സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് 5.6 ഗ്രാം MDMA പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും ഡാൻസറിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇയാളിപ്പോൾ സൗത്ത് പോലീസിനെ കൈമാറിയിട്ടുണ്ട്. സൗത്ത് പോലീസാണ് കേസ് എടുത്ത് തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യുക. ശരി, അന്വേഷണം മുന്നോട്ട് പോട്ടെ ശരൺ. ഒരാളെയും വെറുതെ വിടാതെ ഇന്നലെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി അദ്ദേഹം തുടർച്ചയായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ലഹരിയുടെ അവസാന കണ്ണിയെയും അറുത്ത് മുറിച്ചു മാറ്റി ലഹരി ഇല്ലായ്മ ചെയ്യുന്നവരെ, രാസലഹരി പൂർണ്ണമായും ഒഴിവാക്കുന്നവരെ ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ ഇതേ ആവേശത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണം.